ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ് ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും എയിം എന്താണ്? പ്രത്യേകിച്ച് SLC പഠിക്കുന്ന മക്കളുടെ ആഗ്രഹം എന്താണ്? A+ നേടുക എന്നുള്ളത് തന്നെയാണല്ലേ. അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് മാറിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണ്? ഇനിയുള്ള സമയം ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യുന്നതിലുപരി നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യണം. എവിടെയാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ്സ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, ആ ക്വസ്റ്റ്യൻസ് കൊണ്ട് നിങ്ങൾക്ക് എക്സാം യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്തിട്ട് തന്നെ വേണം ഇനിയുള്ള ചോദ്യങ്ങളും ഇനിയുള്ള പഠനങ്ങളും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് 1 മാർക്കിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് ഈ 1 മാർക്ക് എന്ന് പറയുന്നത് നിസാരല്ല കേട്ടോ. നമ്മുടെ ആദ്യത്തെ സെഷൻ മാത്രമല്ല, 2 മാർക്ക് ആവട്ടെ, 3 മാർക്ക് ആവട്ടെ, 4 മാർക്ക് ആവട്ടെ, ഇതിലെല്ലാം ഓപ്ഷൻസ് ആയിട്ട് കാണാൻ പോകുന്നതും ഈ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അത്രയും കോൺഫിഡൻസോട് കൂടി ഞാൻ പറയണമെങ്കിൽ നിങ്ങൾ ആലോചിക്കുക എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കോണ്ടന്റ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട ഒരാൾക്ക് 100% ഉറപ്പാണ് നാളത്തെ എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഈസി ആയിട്ട് ഓരോരോ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. സോ ടിൽ ലാസ്റ്റ് നിങ്ങൾ ഈ കോണ്ടന്റ് വീഡിയോ കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് മാർക്ക് വേണമെങ്കിൽ നിങ്ങൾ പഠിക്കണം, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എഫേർട്ട് കാണണം, നിങ്ങൾ അതിന് വേണ്ടി മെനക്കെടണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന സ്വപ്നമാണ് ഈ A+ എന്ന് പറയുന്നത്. അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം? ടൈം കളയാതെ ഓരോരോ ചോദ്യത്തിലേക്ക് പോകാം അല്ലെ. ആദ്യത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ക്യാൻ ഡിസ്പ്ലേസ് Fe ഫ്രം FeSO4 സൊല്യൂഷൻ? FeSO4 ലൈനിൽ നിന്ന് Fe ആദേശം ചെയ്യാൻ സാധിക്കുന്നത് ആർക്കാണെന്നാണ് ചോദിച്ചത്. മെഗ്നീഷ്യം, കോപ്പർ, ഗോൾഡ്, സിൽവർ തന്നിട്ടുണ്ട്. FeSO4ൽ നിന്ന് Fe ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ Feനെക്കാട്ടും റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ആയിരിക്കണം അല്ലെ. ഇവിടെ Feനെക്കാട്ടും റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഏതാണ്? മെഗ്നീഷ്യം ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഗിവ് ദ നെയിം ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ടോപ്പിക് ഇത്തവണ നമ്മുടെ എക്സാമിനുണ്ട്. ഓരോരോ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതൊക്കെയാണെന്നും അതിന്റെ സ്ട്രക്ചേഴ്സ് തന്നാൽ അത് ഐഡന്റിഫൈ ചെയ്യാനും ആ സ്ട്രക്ചേഴ്സിന്റെ പേര് നൽകാനും അറിഞ്ഞിരിക്കണം കേട്ടോ. സോ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈ തന്നിരിക്കുന്നത് ഏതാണ്? COOH ആണ് അല്ലെ. കാർബോക്സിലിക് ഗ്രൂപ്പ് ആണ്, കാർബോക്സിലിക് ആസിഡ് ആണ്. സോ നമുക്ക് പഠിക്കാനുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഓരോന്നും ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. COOH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആണ്. OH ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ അത് ആൽക്കഹോൾ ആണ് അല്ലെ. ആൽക്കഹോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണെന്ന് പറയാം. ഇനി എന്താണ്? യെസ്, ആൽക്കോക്സി ആൽക്കൈൻ ആണ് ഈ O എന്ന് പറയുന്നത്. ഈതേഴ്സ് എന്നാണ് നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുന്നത് അല്ലെ. O ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഹാലോജൻസ് എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ ബ്രോമിൻ ആവാം, അല്ലെങ്കിൽ അയോഡിൻ ആവാം, അല്ലെങ്കിൽ ഫ്ലൂറിൻ ആവാം, അല്ലെങ്കിൽ ക്ലോറിൻ ആവാം അല്ലെ. ഈ തന്നിരിക്കുന്നത് പേര് എഴുതുന്ന സമയത്ത് നമ്മൾ യെസ് പ്രിഫിക്സ് ആയിട്ട് എന്താണ് എഴുതേണ്ടത് എന്നുള്ളതാണ് തന്നിരിക്കുന്നത് കേട്ടോ. സോ ഹാലോ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാലോജൻസിൽ വരുന്ന ആളുകളായിരിക്കും ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? മാർക്ക് ചെയ്ത് വെച്ചോ, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. വിച്ച് ഇസ് ദ ഗ്യാസ് ഫോംഡ് വെൻ മെഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഹോട്ട് വാട്ടർ? മെഗ്നീഷ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ചൂടുവെള്ളത്തിൽ റിയാക്ട് ചെയ്യുന്ന ആളാണ് അല്ലെ. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തോളൂ കേട്ടോ. ചൂടുവെള്ളത്തിൽ റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിക്കാം. മെഗ്നീഷ്യം ആണ്. ഇനി മെഗ്നീഷ്യം നമ്മുടെ ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് കിട്ടുന്നത്? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസും കിട്ടുന്നുണ്ട് അല്ലെ. ദ ഗ്യാസ് പ്രൊഡ്യൂസ് ഇറ്റ് ഈസ് ഹൈഡ്രജൻ ഗ്യാസ്. ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഇക്വേഷനും എഴുതണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? റെഡി ആണല്ലോ? സംശയമില്ലല്ലോ എന്റെ മക്കൾക്ക്? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ഓർ ഓഫ് വിച്ച് മെറ്റൽ ഈസ് കലാമിൻ? എന്താണ് കലാമിൻ? ഏത് ലോഹത്തിന്റെ അയിരാണ്? നമുക്ക് അയേൺ പഠിക്കാനുണ്ട്, സിങ്ക് പഠിക്കാനുണ്ട്, കോപ്പർ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ അലൂമിനിയം പഠിക്കാനുണ്ട്. ഇവർ ഓരോരുത്തരുടെയും ഓർ നിർബന്ധമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ എക്സാം ഹാളിലേക്ക് പോകാൻ പാടുള്ളൂ. നിങ്ങൾ ഇനി ഡിസ്കസ് ചെയ്യുന്ന ഓരോരോ ചോദ്യത്തിലും ഈ ഒരു ടേബിളിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റൂടാ. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേബിൾ ആണ്. ഇതിന്റെ ഫോർമുല പഠിക്കണം എന്ന് പല മക്കളും ചോദിക്കാറുണ്ട്. ഫോർമുല പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അലൂമിനിയം ആണെങ്കിൽ ബോക്സൈറ്റ് ആണ്, Al2O3.2H2 ആണ് വരുന്നത്. ഇനി അയൺ ആണെങ്കിൽ 2 ഓറുകളാണ് ഉള്ളത്. ഹെമറ്റൈറ്റ് ഉണ്ട്, Fe2O3യും, മാഗ്നറ്റൈറ്റ് ഉണ്ട്, Fe3O4ഉം ആണ്. കോപ്പർ ആണെങ്കിൽ കോപ്പർ പൈറൈറ്റ്സ് CuFeS2ഉം, അതുപോലെ തന്നെ കുപ്രൈറ്റ് ആണെങ്കിലോ Cu2O ആണ് ഫോർമുല വരുന്നത്. സിങ്ക് ആണെങ്കിൽ സിങ്ക് ബ്ലെൻഡ് ZnSഉം ഉണ്ട്. അതുപോലെ തന്നെ കലാമിൻ എന്താണ്? ZnCO3 ആണ്. അപ്പൊ നോക്കിക്കേ, കലാമിൻ എന്ന് പറയുന്നത് ആരുടെ ഓറാണ്? സിങ്കിന്റെ ഓറാണ് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക, മാർക്ക് ചെയ്ത് വെക്കുക. This table it is very important. ഇനി അടുത്ത ചോദ്യം എന്താണ്? Which one of the following ions is attracted towards cathode? കാത്തോഡിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ ആ അയോണിന്റെ പ്രത്യേകത എന്താണ്? കാത്തോഡിലേക്ക് അട്രാക്ട് ചെയ്യുന്ന അയോൺസിനെ വിളിക്കുന്ന പേരാണ് കാറ്റയോൺസ് എന്നുള്ളത് അല്ലെ. കാറ്റയോൺസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഞാൻ പഠിക്കാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞു തന്നിരുന്നു. കാറ്റയോൺസിലെ T
പ്ലസ് ആയിട്ട് കരുതുക. പോസിറ്റീവ് അയോണുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാറ്റയോൺസ് എന്ന് പറയുന്നത്. ഈ കാറ്റയോൺസ് ആണ് കാത്തോഡിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ ക്ലോറൈഡ് അയോൺ ഉണ്ട്, ഓക്സൈഡ് അയോൺ ഉണ്ട്, ഫ്ലൂറൈഡ് അയോൺ ഉണ്ട്, സോഡിയം അയോൺ ഉണ്ട്. ഇതിൽ ഏതാണ് പോസിറ്റീവ് അയോൺ വരുന്നത്? Na+ അയോൺ ആണ്. ഇറ്റ് ഇസ് സോഡിയം അയോൺ. ആ ചോദ്യം ചോദിച്ച വഴി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെയാണോ ചോദിക്കാറ്? ഒന്ന് വളഞ്ഞു മൂക്ക് പിടിച്ചതാണല്ലേ. സോ കാത്തോഡ് ആണെങ്കിൽ കാറ്റയോൺസ് ആണ്. കാറ്റയോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ് അയോൺസ് ആണ്. ഇവിടെ തന്നതിൽ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? സോഡിയം അയോൺ മാത്രമേ പോസിറ്റീവ് അയോൺ ആയിട്ടുള്ളൂ. നിങ്ങളെ കൊണ്ട് നേടാൻ സാധിക്കട പറ്റും. ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്, ദ മെറ്റൽ വിച്ച് ഇസ് റിഫൈൻഡ് ബൈ ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ റിഫൈൻ ചെയ്യുന്ന മെറ്റൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, ഇവിടെ തന്നിരിക്കുന്നത് മെർക്കുറി എന്ന് പറയുന്ന മെറ്റൽ നമ്മൾ എന്തിന് യൂസ് ചെയ്യാറുണ്ട്? ഡിസ്റ്റിലേഷൻ വഴി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, മീൻസ് റിഫൈൻ ചെയ്യാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണേ, മെർക്കുറി മാത്രമല്ല, മെർക്കുറി, സിങ്ക്, അതുപോലെ തന്നെ കാഡ്മിയം, ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യെസ്, ഇറ്റ് ഇസ് റിഫൈൻഡ് ബൈ യൂസിങ് ഡിസ്റ്റിലേഷൻ. സ്വേദനം വഴി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യെസ്, നമ്മൾ റിഫൈൻ ചെയ്യാറുണ്ട്. അപ്പൊ നോക്കണേ, മെർക്കുറിന്റെ സ്ഥാനത്ത് ചിലപ്പോൾ സിങ്ക് തരാം, കാഡ്മിയം തരാം. ഈ മൂന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡിസ്റ്റിലേഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്, റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ബെൻസീൻ. ബെൻസീന്റെ മോളിക്കുലർ ഫോർമുല എത്രയാണ്? ചില ആളുകൾ ഈ ഒരു ടോപ്പിക്കേ ഡിസ്കസ് ചെയ്യില്ല, പഠിക്കില്ല. കാരണം എന്താണ്? ടെക്സ്റ്റ് ബുക്കിൽ ഒരു മൂലക്ക് തന്നിരിക്കുന്ന ഒരു ഇമേജ് ആണ് ഇത്. ഈ ഒരു ഇമേജ് അല്ലേ, ഈ ഇമേജിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ദിസ് വൺ ഇറ്റ് ഇസ് എൻ എറോമാറ്റിക് കോമ്പൗണ്ട്. ഇത് എന്താണ്? എറോമാറ്റിക് കോമ്പൗണ്ട് ആണ്. എറോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതാനാണ്. ഇറ്റ് C6H6 ആണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് സ്ട്രക്ചർ വരയ്ക്കാൻ പറയും, ബെൻസീന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറയും, അല്ലെങ്കിൽ സ്ട്രക്ചർ തന്നിട്ട് ഇതിന്റെ പേര് എന്താണെന്ന് ചോദിക്കും. നോക്കിക്കേ, 1 2 3 4 5 6 കാർബണും അതുപോലെ തന്നെ നമുക്ക് എത്ര ഹൈഡ്രജനുമാണുള്ളത്? 6 ഹൈഡ്രജനുമാണുള്ളത്. ഈ ബെൻസീനെ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ സൈക്ലോ ഹെക്സൈൻ രൂപത്തിലാണ് വരയ്ക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത് അല്ലേ. ഒന്ന് സിംഗിൾ ആണെങ്കിൽ അടുത്തത് ഡബിൾ, അടുത്തത് സിംഗിൾ, അടുത്തത് ഡബിൾ എന്നുള്ള രീതിയിലാണ് വരയ്ക്കേണ്ടത്. ആൻഡ് ദിസ് വൺ ഇസ് നോൺ ആസ് ബെൻസീൻ. മോളിക്കുലർ ഫോർമുല C6H6 ആണ്. സ്ട്രക്ചർ ഇപ്പം തന്നെ സ്കാൻ ചെയ്ത് വെച്ചോളൂ, എക്സാമിന് നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് വരയ്ക്കേണ്ടതാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ടു എക്സ്ട്രാക്ട് അലൂമിനിയം, അലൂമിന ഇസ് മിക്സ്ഡ് വിത്ത് ക്രയോലൈറ്റ് ആൻഡ് സബ്ജക്റ്റഡ് ടു ഇലക്ട്രോളിസിസ്. വൈ ഇസ് ക്രയോലൈറ്റ് ആഡഡ് ടു അലൂമിന? ഇത് ശരിക്കും പറഞ്ഞാൽ 1 മാർക്കിനല്ല 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അലൂമിനിയത്തിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ആ ഒരു ഉദ്ദേശം എന്താണെന്നാണ് ചോദിച്ചത്. 2 റീസൺസ് ഉണ്ട് അല്ലെ നമ്മൾ ആഡ് ചെയ്യുന്നതിന്. ഏതൊക്കെയാണ് 2 റീസൺസ് നമുക്ക് പറയുന്നത്? മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിന റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് ആ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിന റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യാറുണ്ട്? ക്രയോലൈറ്റ് ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തും പറയാൻ സാധിക്കടാ, ടു ഇൻക്രീസ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഞാൻ ഇവിടെ എഴുതുകയാണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും യൂസ് ചെയ്യാറുണ്ട്. 2 മാർക്കാണ്. 2 പോയിന്റ് നിർബന്ധമായിട്ട് എഴുതണം. നമ്മുടെ ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിനിയത്തിൽ നമ്മൾ അലൂമിനിയം എക്സ്ട്രാക്ട് ചെയ്യുന്നതിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? ക്രയോലൈറ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം 2 ഉദ്ദേശങ്ങളാണ്. അലൂമിനിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഭയങ്കര ഹൈ ആണ്. ആ മെൽറ്റിംഗ് പോയിന്റ് റെഡ്യൂസ് ചെയ്യാനും കുറയ്ക്കാനും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാനുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രയോലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? അനലൈസ് ദ ഗിവൺ കെമിക്കൽ ഇക്വേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ്? വിച്ച് ഇസ് ദ ബ്ലാക്ക് സബ്സ്റ്റൻസ് ഫോം ഡ്യൂറിംഗ് ദിസ് റിയാക്ഷൻ? രാസപ്രവർത്തന ഫലമായി ഇവിടെ ഉണ്ടാവുന്ന പദാർത്ഥം ഏതാണ്? ഇത് ഏത് ചാപ്റ്റർ ആണ്? 5ാമത്തെ ചാപ്റ്റർ ആണ്. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു അല്ലേ. ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ടും പഠിച്ചിട്ടുണ്ട്, ഡ്രൈയിങ് ഏജന്റ് ആയിട്ടും പഠിച്ചിട്ടുണ്ട്. ഇവിടെ പഞ്ചസാരയുടെ അകത്ത് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറുപ്പ് കളർ സബ്സ്റ്റൻസ് കിട്ടും, ബ്ലാക്ക് സബ്സ്റ്റൻസ് കിട്ടും. അതിന്റെ കാരണം എന്താണ്? ഈ പറഞ്ഞ കാർബൺ ആടാ. ഈ കാർബൺ ആണ് എന്ത് ചെയ്യുന്നത്? ബ്ലാക്ക് കളർ സബ്സ്റ്റൻസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അവിടെ അത് കാർബൺ ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്? ഡ്രൈയിങ് ഏജന്റ് ആണോ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണോ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ അല്ലെ. ഡീഹൈഡ്രേറ്റിംഗ് സ്വഭാവം കാണിക്കുന്നത് കൊണ്ടാണ്. മലയാളത്തിൽ നമ്മൾ എന്താ പറയാ? നിർജലീകാരിയായിട്ട് അല്ലെ, നിർജലീകാരിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ അങ്ങനെ പറയാൻ ഡീഹൈഡ്രേറ്റിംഗ് ആയിട്ട് പറയാൻ കാരണം എന്താണ്? ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ചിലപ്പോൾ ചോദിക്കും, 3 മാർക്കിന് ചോദിക്കും, ഇവിടെ ഏതാണ് ബ്ലാക്ക് സബ്സ്റ്റൻസ്? കാർബൺ ആണ്. ഏത് പ്രോപ്പർട്ടി ആണ്? ഡീഹൈഡ്രേഷൻ ആണ്. 3ാമത്തെ ചോദിക്കും
ചോദിക്കും എന്താണ് ഡീഹൈഡ്രേഷൻ പ്രോപ്പർട്ടി എന്ന് ചോദിക്കും. ഇവിടെ നോക്കുക, നമ്മുടെ ഷുഗർ മോളിക്യൂളിനകത്ത് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലെ. ഇതിന്റെ അകത്തുള്ള ഹൈഡ്രജനെയും ഓക്സിജനെയും വാട്ടർ ഫോർമുലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുന്നു, H2 ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. ഡ്രൈയിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ജസ്റ്റ് അബ്സോർബ്സ് ദ മോയ്സ്ചർ അല്ലെ. അവിടെയുള്ള മോയ്സ്ചർ പ്രസൻസിനെ അബ്സോർബ് ചെയ്താലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രൈയിങ് ഏജന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, ലിക്വിഫൈഡ് അമോണിയ ഇസ് നോൺ ആസ്. ഇത് അമോണിയ എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. എന്താണ്, ദ്രവീകൃത അമോണിയനെ വിളിക്കുന്ന പേരെന്താണ്, എന്താണ്, ലിക്വിഡ് അമോണിയ എന്നാണ് വിളിക്കുന്നത്. എന്താണ്, ലിക്വിഡ് അമോണിയ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ലിക്വർ അമോണിയ എന്താണ്, ലിക്വർ അമോണിയ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് അമോണിയൻ സൊല്യൂഷൻ ആണ് കേട്ടോ. കോൺസെൻട്രേറ്റഡ് അമോണിയ സൊല്യൂഷനെയാണ് ലിക്വർ അമോണിയ എന്ന് പറയുന്നത്. ലിക്വിഫൈഡ് അമോണിയനെ നമ്മൾ എന്താണ് പറയുന്നത്, ലിക്വിഡ് അമോണിയ എന്നാണ് പറയുന്നത്. രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലാക്കണം. എഴുതാൻ ചോദിക്കും, നിങ്ങൾക്ക് സെന്റൻസ് വൈസ് തന്നെ എഴുതാൻ ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ദ ആൽക്കൈൻ ഫാമിലി. ആൽക്കൈൻ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ട്രിപ്പിൾ ബോണ്ട് ആണ് അല്ലെ. ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിലാണ് നമ്മൾ YNE നമ്മുടെ ആൽക്കൈന്റെ പേരിന്റെ അവസാനം നമ്മൾ സഫിക്സ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പൊ ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ജനറൽ ഫോർമുല എന്താണ്, CnH2n -2 ആണ്. ഏറ്റവും ഫസ്റ്റ് മെമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എഴുതുക C2, H2 × 2 4 ആണ്. 4ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, C2H2 കിട്ടി. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നോക്കിക്കേ, C2H2 ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം, ഫസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ടെങ്കിൽ ആ എക്സാമ്പിൾസിൽ ഏതാണ് ഏറ്റവും ചെറുത് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് എഴുതേണ്ടത്. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ജനറൽ ഫോർമുലകത്ത് ഞാൻ മിനിമം നമുക്ക് 2 കാർബൺ ആറ്റംസ് ആണ് ആൽക്കൈൻസിന് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ C2 കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, N2 എന്ന് പറയുന്ന നമ്പർ കൊടുത്തിട്ട് അവിടെ കണ്ടുപിടിച്ചത്. സോ ഇവിടെ നമുക്ക് ആൻസർ എന്ത് കിട്ടി, C2H2 കിട്ടി. എടാ മക്കളെ, ഒന്ന് ആൽക്കൈൻ ആണെങ്കിൽ എന്താ ജനറൽ ഫോർമുല വരുന്നത്, ആൽക്കൈൻ ആണെങ്കിൽ CnH2n+2 ആണ്. ഇനി ആൽക്കീൻ ആണെങ്കിൽ നമുക്ക് എന്താണ് വരുന്നത്, CnH2n ആണ്. ഇനി ആൽക്കൈൻ ആണെങ്കിൽ എന്താണ് വരുന്നത്, നമ്മൾ ഇപ്പം പറഞ്ഞു അല്ലേ, ആൽക്കൈൻ ആണെങ്കിൽ CnH2n -2 ആണ്. ദിസ് പാർട്ട് ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്, ഇൻ ലാന്തനോയിഡ്സ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഇസ് ഫിൽഡ് ഇൻ ഡാഷ് സബ്ഷെൽ. ഏത് സബ്ഷെല്ലാണ് ലാന്തനോയിഡുകളിൽ അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത്? ഇനി അറിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, പഠിച്ചു വെച്ചോളൂ. ഇറ്റ് ഇസ് 4f. ലാന്തനോയിഡുകളാണെങ്കിൽ 4f. ഇനി ആക്ടിനോയിഡുകളാണെങ്കിൽ എന്താണ് വരുന്നത്, 5f ആണ് കേട്ടോ. ആക്ടിനോയിഡ്സ് ആണെങ്കിൽ നമുക്ക് എന്താണ് വരുന്നത്, 5f ആണ് വരുന്നത്. സോ ലാന്തനോയിഡ്സ് 4f സബ്ഷെല്ലാണ് എന്ത് ചെയ്യുന്നത്, അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത്. ലാന്തനോയിഡുകളാണെങ്കിൽ 5f-ലാണ് എന്ത് ചെയ്യുന്നത്, അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മിനറൽ ഓഫ് അയൺ ഇസ് ഓൾസോ നോൺ ആസ് ഫൂൾസ് ഗോൾഡ്. ഫൂൾസ് ഗോൾഡ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇത് ജസ്റ്റ് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ്, അയൺ പൈറൈറ്റ് ആണ്. അയൺ പൈറൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൂൾസ് ഗോൾഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്ട്രാ തന്നേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഇസ് ദ മെറ്റൽ കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഡ്യൂറിംഗ് ദ ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് അയൺ ബാങ്കിൾ വിത്ത് ഗോൾഡ്. എനിക്ക് അയൺ ബാങ്കിളുടെ മുകളിൽ എന്ത് ചെയ്യണം, ഗോൾഡ് പൂശണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെയാണ്, പോസിറ്റീവ് ടെർമിനലിൽ എന്താണ്, ഇവിടെ പോയി നമ്മുടെ പോസിറ്റീവ് ടെർമിനലിൽ നമ്മൾ ആരെയാണ് എടുക്കേണ്ടതെന്നാണ് ചോദിച്ചത്. പോസിറ്റീവ് ടെർമിനൽ നമ്മൾ എടുക്കേണ്ടത് ആരാണ്, യെസ്, ഗോൾഡ് ആണ് അല്ലേ. ഗോൾഡ്, എനിക്ക് ഗോൾഡ് അല്ലേ പൂശേണ്ടത്. അപ്പോൾ ഞാൻ ആരെയാണ് എടുക്കേണ്ടത്, ഗോൾഡ് റോഡാണ് ഞാൻ പോസിറ്റീവ് ടെർമിനൽ എടുക്കേണ്ടത്. ഇതെന്താണ്, ആനോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് കേട്ടോ. എന്താണ്, ആനോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇലക്ട്രോളിസിസിനെ കുറിച്ചിട്ടും ഇലക്ട്രോപ്ലേറ്റിങ്ങിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. മാക്സിമം 4 മാർക്കിന്റെ 3 മാർക്കിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഒറ്റ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. എക്സാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. ഇനി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള പല കോണ്ടന്റ് വീഡിയോസും ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി അയച്ചു കൊടുത്തേക്കടാ, പാവങ്ങളല്ലേ, അവരും കൂടി പാസ് ആവട്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഇസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എഫ് സബ്ഷെൽ. എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഇറ്റ് ഇസ് 14. ഓരോരു സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നമുക്കറിയാം അല്ലേ. എസ് ആണെങ്കിൽ 2 ആണ്, പി ആണെങ്കിൽ 6 ആണ്, ഡി ആണെങ്കിൽ 10 ആണ്,
എഫ് ആണെങ്കിൽ 14 ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ എസിനടുത്ത് 1 ഓർബിറ്റൽ എന്ന് എഴുതിയത്. നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് രീതിയിലായിരിക്കും ചോദിക്കുക എന്നുള്ളത് അല്ലേ, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കുക, എസ് സബ്ഷനിൽ നമുക്ക് ഒരു ഓർബിറ്റൽ ആണുള്ളത്. ആ ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇവിടെ നോക്കിക്കേ, പിയിൽ 3 ഓർബിറ്റൽ ആണ്. അപ്പൊ 3ന്റെ അകത്ത് 2 + 2 + 2 6 ആണ്. ഡിനകത്ത് 5 ഓർബിറ്റൽസ് ആണ്. 2 + 2 + 2 + 2 + 2 നമുക്ക് 10 കിട്ടി. അതേപോലെ എഫിൽ എത്ര ഓർബിറ്റൽസ് ആണുള്ളത്? 7 ഓർബിറ്റൽസ് ആണുള്ളത്. അതുകൊണ്ടാണ് 14 ഇലക്ട്രോൺസിനെ നമുക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ എന്റെ മക്കൾക്ക് ഒരു മാർക്ക് പോലും മിസ് ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് എല്ലാ ഏരിയാസിൽ നിന്നുള്ള നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ ഒഴിവാക്കപ്പെടുന്ന പല ടോപ്പിക്സിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാം. ആ ടോപ്പിക്സും ആ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ? ശ്രദ്ധിക്കണേ, നിങ്ങൾ ആ വോളിയം നമ്പർ ഓഫ് മോളിക്യൂൾസും ചോദിക്കുമ്പോഴത്തേക്ക് വി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് എഴുതി വെക്കരുത്. കാരണം എന്താണ്, അവിടെ നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്. എന്താണ്? താപനിലയും മർദ്ദവും എന്തായിരിക്കണം? യെസ്, കോൺസ്റ്റന്റ് ആയിരിക്കണം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളിയം ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഏത് ലോ ആണിത്? അവോഗാഡ്രോസ് ലോ. ഏതാണ്? അവോഗാഡ്രോസ് ലോ ആണ്. പരീക്ഷയ്ക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയില്ലേ? ആ റിലേഷൻ എഴുതി, അതേപോലെ തന്നെ ഏത് ലോ ആണെന്ന് എഴുതി. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോരോ ചോദ്യത്തിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇനി നെയിം ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്? ഈതർ ആണല്ലേ? ഏതാണ്? ഈതർ ആണ്. നമ്മൾ എങ്ങനെയാ വിളിക്കുക? ആൽക്ക് ഓക്സി ആൽക്കെയിൻ എന്നാണ് വിളിക്കുക അല്ലെ? എന്താണ്? ആൽക്ക് ഓക്സി ആൽക്കെയിൻ എന്നാണ് വിളിക്കുന്നത്. ജനറൽ ആയിട്ട് പറയുന്നത് ദീസ് ആർ ഈതേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് ഇത് എങ്ങനെയാ പരീക്ഷയ്ക്ക് ചോദിക്കാന്ന് അറിയോ? കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് ഐഡന്റിഫൈ ദ ഈതർ എമംഗ് ദിസ് എന്ന് ചോദിക്കും. അപ്പൊ നോക്കുക, എവിടെയാണോ ഏതിലാണോ ഓ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്, ഇങ്ങനെ ഒരു ആൽക്ക് ഓക്സി ആൽക്കെയിൻ രൂപത്തിൽ വരുന്നത്, അതെന്താണ്? ഈതറിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്, ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. കോപ്പർ പൈറൈഡ്സിന്റെ ഫോർമുല CuFeS2 ആണെങ്കിൽ സിങ്ക് ബ്ലെൻഡിന്റെ ഫോർമുല എന്താണ്? പല മക്കളും ചോദിക്കാറുണ്ട്, മിസ്സേ ഫോർമുല പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഓർ ഞാൻ പഠിച്ചിട്ടുണ്ട്, പോരടാ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണ്. സിങ്ക് ബ്ലെൻഡിന്റെ ഫോർമുല എന്താണ്? ഇറ്റ് ഇസ് ZNS. ഏതാണ്? സിങ്ക് സൾഫൈഡ്. ഇറ്റ് ഇസ് ZNS. നോക്കിക്കേ, ആ ടേബിളിനകത്ത് നോക്കിക്കേ, സിങ്ക് ബ്ലെൻഡ് ZNS ആണ്. കലാമിന്റെ പ്രത്യേകത എന്താണ്? സിങ്ക് കാർബണേറ്റ് ആണ്. ZnCO3 ആണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, ZnCO3 ആണെങ്കിൽ കലാമിൻ ആണ്. സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് ZnS ആണെന്ന് ആലോചിക്കുക. ഓരോരോ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. ബോക്സൈറ്റിനത് Al2O3.2H2 ആണെങ്കിൽ ഹെമറ്റൈറ്റിനത് എത്രയാണ് വരുന്നത്? Fe2O3 ആണ് വരുന്നത് അല്ലേ? സോ ആ ടേബിൾ പഠിക്കാൻ നിങ്ങൾ മറക്കണ്ട. അടുത്ത ചോദ്യം, മോൾട്ടൺ NaCl is electrolyzed. Which substance is obtained at cathode? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കൽ സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോലൈസിസ് ചെയ്യുന്ന സമയത്ത് കാത്തോഡിൽ ഏത് പദാർത്ഥമാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സോഡിയം ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. ആനോഡിലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ക്ലോറിനും. ഇനി നമ്മുടെ കാത്തോഡിൽ എന്താണ് സംഭവിക്കുന്നത്? കാത്തോഡിൽ സോഡിയം വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ടോപ്പിക് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോണ്ടന്റ് വീഡിയോ, വേറൊരു കോണ്ടന്റ് വീഡിയോയിലും നമ്മുടെ ലൈവ് ക്ലാസ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, വിച്ച് മെറ്റൽ among the given metal is highly reactive with cold water? നമ്മുടെ തണുത്ത ജലവുമായിട്ട് ഹൈലി റിയാക്റ്റീവ് ചെയ്യുന്നത്, രാസപ്രവർത്തനം നടക്കുന്നത് ഏത് ലോഹത്തിനാണെന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഇതും നിങ്ങൾ കമന്റ് ചെയ്യുക. എന്താണ്? which is the substance used in the laboratory to remove traces of water vapor in ammonia? നമ്മുടെ അമോണിയ ഗ്യാസ് നിർമ്മാണിക്കുന്ന സമയത്ത് വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തു ഏതാണെന്നും കമന്റ് ചെയ്യുക. ഇത് രണ്ടും നിങ്ങൾ കമന്റ് ചെയ്താൽ നിങ്ങളുടെ കമന്റ്സ് ഞാൻ ചെക്ക് ചെയ്യുന്നതാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. സോ എക്സാം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഓൾ ദി വെരി 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 ബെസ്റ്റ്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നേടാവുന്നതേ ഉള്ളൂ A+ എന്ന് പറയുന്നത്. സോ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ സഹായിക്കുക, ഈ വീഡിയോ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, അവർക്കും നല്ല മാർക്ക് ഇട്ടിടാം. എക്സാം നന്നായിട്ട് എഴുതാം. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.